നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം. ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇത് ഏത് തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയം തോന്നും. പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത്. ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുന്നു. അപ്പം തന്നെ ആദ്യം ഓടുന്നത് എവിടേക്കാ? റോട്ടിലേക്കാണ്. റോഡ് തടയാണ്. ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത്. കുറച്ചും കൂടിയും പരിക്കുള്ള കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ കൊണ്ടുപോകാനുള്ള റോഡാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ അക്രമപരമായിട്ടാണ് പെരുമാറുന്നത്. അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. സംഘർഷത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നേതാക്കന്മാർ തന്നെ അവിടെ പോയി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വസ്തുനിഷ്ഠമായി പരിശോധിച്ച് പെശകുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ഒരു സംഭവത്തെ ഇങ്ങനെ അതിനോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം? റോഡ് തടയാണ്. സ്ഥാനാർത്ഥിയുടെ മൃതശരീരം വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പോസ്റ്ററും പതിക്കുകയാണ് രാത്രി. ഒരു കൂട്ടർ ഇവിടെ റോഡ് തടയുന്നു, മറ്റൊരു കൂട്ടര് ആ വഴിയിൽ ചിഹ്നം ഒട്ടിക്കുക. ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏതെങ്കിലും നന്മ ഇവരുടെ കയ്യിലുണ്ടോ? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹഘടനയിൽ എന്ന് ആ നിമിഷങ്ങളിൽ അവർ ബോധ്യപ്പെടുത്തിയില്ല. അവരെന്താ ലക്ഷ്യമിടുന്നത്? അവർ ലക്ഷ്യമിടുന്നത് അപകടമരണത്തെ പോലും രാഷ്ട്രീയ ആവശ്യത്തിന് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഷോക്കേറ്റ് ആര്യാടൻ മുഹമ്മദ് ഇവിടെ മന്ത്രിയായിരുന്നല്ലോ, വൈദ്യുതി വകുപ്പിന്റെ. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഷോക്കേറ്റ് ആളുകൾ മരിച്ചില്ലേ കേരളത്തിന്? ആ ചാവക്കാട്ട് ഒരു അച്ഛനും മകനും മരിച്ചു. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായപ്പോ ഷോക്കേറ്റ് മരിച്ചതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആര്യാടൻ മുഹമ്മദ് സ്വയം ഏറ്റെടുത്തിരുന്നോ? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ഇവര് മന്ത്രിയായിരുന്ന കാലത്തുള്ള ഷോക്കേറ്റുണ്ടായ വൈദ്യുതി ആഘാതത്തിനുള്ള മരണത്തെ അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ? ഞങ്ങളാരെങ്കിലും ഈ വൈദ്യുതി കമ്പിയോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിണ്ടാവുമ്പോ ഒരു അപകട മരണം ഉണ്ടായാൽ ആ അപകട മരണം രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്നത്? ഈ കേരളത്തിലെ കോൺഗ്രസുകാർ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത, നമ്മള് സമൂഹത്തിൽ മാതൃകയാക്കാൻ പാടില്ലാത്ത, വലിയ തോതിൽ എതിർക്കപ്പെടേണ്ട പ്രതിഷേധാർഹമായ പെരുമാറ്റ രീതിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളുടെ നീണ്ട പട്ടിക. അതിൽ നല്ലതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നല്ലതല്ലാത്ത കാര്യങ്ങളെല്ലാം നിലമ്പൂരുള്ള ആളുകൾക്ക് അറിയുന്നതാണ്. നിലമ്പൂരുകാർക്ക് അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയല്ല ഇവിടെ നിൽക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചോ? ഞങ്ങളാരും ചെയ്തിട്ടില്ലല്ലോ.